പൊരുത്തം വിഷയത്തിൽ ഇപ്പൊ സാർ മുമ്പ് പറഞ്ഞല്ലോ, ഒരു 2 ദോഷമുള്ള ജാതകവും അതുപോലെ ഇങ്ങനെ ആ ഒരു ബാലൻസിങ്, ആ ബാലൻസിങ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം നല്ലതായിരിക്കും. വിഷയം എന്താ വെച്ചാൽ നമ്മൾ ഗ്രഹസ്ഥിതി എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. പുരുഷന്റെ, സ്ത്രീകൾക്കാണ് പ്രാധാന്യം, പുരുഷനിലേക്കാണ്. അപ്പം ഇതിൻ്റെ ഗ്രഹസ്ഥിതിയിൽ ഇപ്പം ലഗ്നത്തിൽ പാപഗ്രഹം ഉണ്ടെങ്കിൽ ഏയിലേക്ക് ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഒരു ദോഷം ഇങ്ങനെ പറയണമെന്ന് പറയാം. അപ്പോൾ ഇതിൽ ഈ ശുദ്ധം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ശരിക്ക് ആ കള്ളി, ആ ഭാവം ഒന്നും ഇല്ലാണ്ടിരിക്കുന്നതാണ് ശുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാർ വിചാരം എന്തോ ശുദ്ധം എന്നൊക്കെയാണ് അവിടെ പറയും, ശുദ്ധയാതക എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടാണ്ട് ഇതാക്കും സംഭവം. പക്ഷേ ഇതിലെന്താ വെച്ചാൽ പൊരുത്ത വിഷയത്തിൽ അങ്ങനെയാണ് കരുതുന്നത്, ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിന് പറയുന്നുണ്ട് വെച്ചാൽ പാപം പാപത്തിന് തമ്മിൽ യോജിക്കണം എന്നാണ് പറയുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇന്നാളൊരു അച്ഛനുമേ വന്നിരുന്നു. അപ്പോൾ ഇവരെ പെൺകുട്ടിക്ക് 28 വയസ്സ് ആയി. അപ്പോൾ 19 വയസ്സ് തൊട്ടിട്ടേ തുടങ്ങിയിട്ടുണ്ട് ജാതകം നോക്കാൻ, ഒന്നും പറ്റുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആലോചന വന്നിട്ടുണ്ട്, അവർക്ക് ജാതകം നോക്കണ്ട. അപ്പോൾ നിങ്ങളൊരു തീരുമാനം എന്താ? ഞാൻ പറഞ്ഞു ഞാനെന്ത് തീരുമാനം പറയും, നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അപ്പോൾ എന്നോട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ? കാരണം ഈ പെൺകുട്ടിക്ക് വയസ്സ് കൂടുകയും ചെയ്യും, നമുക്ക് കൊടുത്ത നല്ലൊരു ടീമാണ് അവർ, എന്തൊരു ഒരു ഓപ്ഷൻ, ഒരു സൊല്യൂഷൻ ചോദിച്ചതിനോട്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് താലി കിട്ടുവാൻ, അതായത് ഒന്നും നോക്കണ്ട. പക്ഷെ ഇപ്പോൾ ദൈവം എത്തിച്ച് അവർക്കൊരു കുഴപ്പമില്ല. ഭഗവാൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഭഗവാന്റെ മുന്നിൽ താലി കിട്ടിയാൽ പിന്നെ അവിടെ ജാതകപ്പൊരുത്തില്ല, അത് ഭഗവാൻ സംഭവമാണ്. ഗുരുവായൂരപ്പന് മുമ്പിൽ തന്നെ 75-80 കല്യാണമൊക്കെ നടക്കുന്നതിൻ്റെ പ്രത്യേകത. കാരണം ഭഗവാൻ അവിടെ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, എൻ്റെ മകൾക്ക് കൊണ്ടുവന്ന പയ്യനോ ഒന്നും വരരുത്, ഭഗവാൻ അത് നോക്കണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ അത് നോക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനത് പറഞ്ഞു കൊടുത്തിട്ട് അവർക്കൊരു കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോ വിഷമങ്ങൾ പറയുമ്പോൾ അതിനുള്ള പരിഹാരം പറയാം. അല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും ജാതകം നോക്കിയിട്ടല്ലാതെ കഴിക്കരുതെന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടി ആടെ മൂലയില്ലേ അല്ലേ? അങ്ങനെയൊക്കെയാണല്ലോ എൻ്റെ വിഷയം. നമ്മളതൊക്കെ കരുതണ്ടേ. ജാതകം എന്ന് പറഞ്ഞ് തളച്ചിടാൻ പാടില്ല, അത്രേ ഉള്ളൂ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.